രാഷ്ട്രീയ ഭൂപടം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവ്വസന്നാഹങ്ങളുമായി അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നേരിടുന്ന തിരിച്ചടികൾക്ക് അറുതി വരുത്തി ഭരണ തുടർച്ച എന്ന LDF മോഹങ്ങൾക്ക് തടയിടാൻ UDF ലക്ഷ്യമിടുന്നത് അതിശക്തമായ സ്ഥാനാർത്ഥി പട്ടികയിലൂടെയാണ്. ഡു ഓർ ഡൈ എന്ന പോരാട്ട വീര്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന UDF നിലവിലെ പല MPമാരെയും നിയമസഭയിലേക്ക് ഇറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായത് മുന്നണിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് ശശി തരൂരിന്റെ പേരാണ്. BJPയുടെ ശക്തമായ സ്വാധീന മേഖലയായ നിയമമണ്ഡലം തിരിച്ചുപിടിക്കാൻ തരൂരിനെ പോലൊരു അതിനായകനെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തരൂർ നേടിയ വമ്പിച്ച ഭൂരിപക്ഷവും ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും വോട്ടുകളിൽ വലിയ ചലനമുണ്ടാക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. നേമത്ത് തരൂർ മത്സരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായി കാറ്റ് വീശാൻ സഹായിക്കുമെന്ന് പാർട്ടിയുടെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ തരൂരിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന വാദവും ശക്തമാണ്. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിലും നിയമം തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം. മലബാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന വാർത്തകൾ വലിയ ആവേശമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് കോട്ടയായ ഇരിക്കൂറിൽ വേണുഗോപാൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. നിലവിലെ MLA സജീവ് ജോസഫ് വേണുഗോപാലിന്റെ വിശ്വസ്തനായതിനാൽ അദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു നൽകാൻ തയ്യാറാണെന്ന റിപ്പോർട്ടുകളും ഉയരുന്നുണ്ട്. KC വേണുഗോപാൽ മലബാറിൽ മത്സരിക്കുന്നത് വടക്കൻ കേരളത്തിലെ UDF പ്രചാരണത്തിന് പുതിയ ഊർജം നൽകുമെന്നാണ് വിലയിരുത്തുന്നതും. സംസ്ഥാന ഭരണ നേതൃത്വത്തിലേക്ക് വേണുഗോപാൽ മടങ്ങിയെത്തുന്നത് മുന്നണിയുടെ ഐക്യത്തിനും കരുത്തിനും മുതൽക്കൂട്ടുമാകുമെന്നും ഹൈക്കമാൻഡും കരുതുന്നു. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തിരിച്ചുവരവാണ് വടക്കൻ കേരളത്തിലെ മറ്റൊരു പ്രധാന ചർച്ച. പേരാമ്പ്രയിൽ CPMന്റെ കരുത്തനായ നേതാവ് TP രാമകൃഷ്ണനെതിരെ മുല്ലപ്പള്ളിയെ പരീക്ഷിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന മുല്ലപ്പള്ളി ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിൽ സജീവമായ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മുല്ലപ്പള്ളിയുടെ പേര് സജീവമായി പരിഗണിക്കപ്പെടുന്നു. മുല്ലപ്പള്ളിയുടെ സാന്നിധ്യം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭയിൽ നിന്ന് നിയമസഭയിലേക്ക് ചുവടുമാറ്റാൻ ശശി തരൂരിന് പുറമെ ഹൈബി ഈഡർ, ബെന്നി ബെഹനാൻ തുടങ്ങിയ MPമാരും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ ഹൈബി ഈഡറിന്റെ സ്വാധീനം വോട്ടായി മാറുമെന്നും അത് എറണാകുളം ജില്ലയിൽ വലിയ വിജയം ഉറപ്പിക്കാൻ സഹായിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ജനകീയരായ നേതാക്കളെ അണിനിരത്തി ജനവിശ്വാസം നേടിയെടുക്കാനാണ് VD സതീശന്റെയും K സുധാകരന്റെയും നേതൃത്വത്തിലുള്ള സംസ്ഥാന ഘടകം ശ്രമിക്കുന്നത്. അതേസമയം പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ മത്സരിക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് ലീഗിന്റെ നിലപാട്. എന്നാൽ ഇത് മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്നിരുന്നാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമായതിനാൽ എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാനാണ് നീക്കം ചെയ്യുന്നതും.